നമ്മളിന്നൊരു അടിപൊളി ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ, കസ്കസ്, ഇനി ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കണം, ഷുഗറിൻ്റെ ഒരു ചെറിയ സിറപ്പ് ഉണ്ടാക്കണം, പിന്നെന്തായിരുന്നു ഉപ്പ്. ഇത്രയും വെച്ച് സോഡ മേടിച്ചിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചേക്കും കേട്ടോ സോഡ. ഇത്രയും വെച്ചിട്ട് നമുക്കിപ്പം ഒരു അടിപൊളി ഫുൾ ജാർ സോഡ ഉണ്ടാക്കാം. പക്ഷേ ജാറല്ല കേട്ടോ, തൽക്കാലം നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കാണാം. നമ്മുടെ കസ്കസാണ് കേട്ടോ. ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കുകയാണ്. ഈ കസ്കസ് എന്ന് പറഞ്ഞാൽ ഈ ബേസൽ സീഡ് എന്നാണ് നമ്മളിതിൻ്റെ കവലഴിക്കുന്നത്. ഇതാണ് സാധനം. ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴാണ് ഇത് ഇതുപോലെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇഞ്ചിയാണ് ഇത് ഇട്ടിടിക്കാൻ. ഇത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇനിയും നമുക്ക് ഇതിലിട്ട് റെഡിയാക്കാം. ഇത് പഞ്ചസാര ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി ചില പഞ്ചസാരയും വെള്ളവും കൂടെ ഇട്ട് കലക്കുന്നു. അപ്പം ഏകദേശം പഞ്ചസാര കലങ്ങിയിട്ടുണ്ട്. ഒരു ചക്കലൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇത്രയാണ് സംഭവം. ഇതിപ്പം ബേസൽ സീഡ്, കസ്കസ്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും, പഞ്ചസാര, നമ്മുടെ നാരങ്ങ, ഇത് നമ്മുടെ കുഞ്ഞി ഗ്ലാസ്. ഇത്ര സംഭവം സെറ്റാണ്. അപ്പം ഇനി നമുക്ക് മെയിൻ സംഭവത്തിലേക്ക് കിടക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ടിരിക്കുന്നത് ഒരു ഇത്രയായിട്ട് പണി കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും ഇടുക. ഓക്കെ, അടുത്ത് നമ്മുടെ കസ്കസ് അല്ലെങ്കിൽ ബേസൽ സീഡ് നമ്മൾ വാരി ഒഴിക്കുന്നു. ഇങ്ങനെ പഞ്ചസാര ലൈൻ ഒഴിക്കാൻ സ്ഥലമില്ല. ഓക്കെ, അടുത്തത് പഞ്ചസാര ലൈന്. ലാസ്റ്റ് നമ്മൾ ഉപ്പിടുന്നതിന് മുമ്പ് നമുക്ക് സോഡയും കൂടെ എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മെയിൻ സംഭവങ്ങളെല്ലാം സെറ്റാണ്. അപ്പം നമുക്ക് ക്യാമറ എടുത്ത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ഫുൾ ജാർ സോഡ കുടിക്കുന്നൊരു വീഡിയോ എടുക്കാം. സോഡ ഒഴിച്ച് നമ്മളിനി ഉപ്പാണ്. ഇത്ര ഉപ്പിട്ടു. ഓക്കെ, അയ്യോ, വലിയ രസമൊന്നുമില്ല, പതഞ്ഞു പോകാൻ നല്ല രസമുണ്ട്. പക്ഷേ ബേസിൽ സീഡിൻ്റെയൊക്കെ ഒരു നല്ല ഇതുണ്ട്, ചെറിയൊരു അരി.
അപ്പം സംഭവം കൊള്ളാം കേട്ടോ, നല്ല പതഞ്ഞു പൊങ്ങി. ഭയങ്കര സന്തോഷം കാണുമ്പോൾ. അവസ്ഥ ഇപ്പോഴത്തെ ഇതായി. ക്ലാസ് മുളകിട്ടുകൊണ്ടത് ഇവിടെയൊക്കെ നല്ല എരിയ. അപ്പം സംഭവം കൊള്ളാം. ഒരു സോഡയും കൂടെ ബാക്കിയുണ്ട്. അപ്പം അതും കൂടി ഇട്ട് നമുക്ക് ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.